രാമേന്ദ്ര സാറേ നമസ്കാരം. ഈ ബംഗ്ലാദേശ് കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് നമ്മുടെ അന്തർദേശീയ വാർത്തകളിൽ വലിയ തലക്കെട്ടാണ്. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളൊരു കൗതുക വാർത്ത, പലപ്പോഴും അത് സൂക്ഷ്മമായി ഇത്തരം സാധനങ്ങൾ കണ്ടെത്തുന്ന മലയാളത്തിലെ അപൂർവം ജേർണലിസ്റ്റുകളിൽ ഒരാളാണ് രാമേന്ദ്രൻ സാറ്. അപ്പോൾ അതുകൊണ്ട് ചോദിക്കുകയാണ്, ഈ ബംഗ്ലാദേശ് സത്യത്തിൽ മുഹമ്മദ് അലി ജിന്നയുടെ പാകിസ്ഥാനോട് ഏറ്റുമുട്ടി യുദ്ധം ചെയ്ത് ഇന്ത്യയുടെ സഹായത്തോടു കൂടി നേടിയെടുത്തൊരു രാജ്യമാണ്. അവർക്ക് ആരോടെങ്കിലും ഈ ഭൂമിയിൽ വിരോധമുണ്ടെങ്കിൽ ആദ്യത്തേത് പാകിസ്ഥാനായിരിക്കണം, ആദ്യത്തെ ശത്രു. അതിൻ്റെ രാഷ്ട്രപിതാവ് മുഹമ്മദ് അലി ജിന്നയോടും ആയിരിക്കണം. പക്ഷേ പാകിസ്ഥാനിലിപ്പോൾ ഷെയ്ഖ് ഹസീന നാട് കടന്ന് ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീന അവിടുന്ന് കലാപത്തെ തുടർന്ന് അവിടുത്തെ സകല പ്രതിവിപ്ലവകാരികളുടെയും പ്രതിലോമകാരികളുടെയും കലാപത്തെ തുടർന്ന് നാട് വിട്ട് ഇന്ത്യയിൽ അഭയം തേടിയതിന് ശേഷം അമേരിക്കയുടെ പാവ എന്ന് വിളിക്കാവുന്ന ശാസ്ത്രജ്ഞനായ ഇദ്ദേഹത്തിൻ്റെ മുഹമ്മദ് യൂനുസിൻ്റെ പിന്തുണയോട് അദ്ദേഹത്തിൻ്റെ ഉപദേശത്തിൽ പുതിയൊരു ഗവൺമെൻറ് അവിടെ അധികാരത്തിൽ വന്നിരിക്കുന്നു. അവിടെ തടവ് കിടന്ന സകല ജമാഅത്ത് ഇസ്ലാമിക്കാരും പുറത്തിറങ്ങിയിരിക്കുന്നു. പിന്നെ ഈ BNP ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന ഷെയ്ഖ് ഹസീനയുടെ പാർട്ടി, അവിടെ ഒരു പുതിയ ഭരണം വരികയാണ്. അപ്പോൾ ഈ ഭരണത്തിൻ്റെ നടപടിക്രമങ്ങളൊക്കെ കാണാൻ മാത്രമല്ല, ഹിന്ദു വിരുദ്ധ കലാപങ്ങൾ വീണ്ടും തുടങ്ങിയിരിക്കുന്നു. അസമാധാനത്തിൻ്റെ ഒരു പാതയിലേക്ക് ബംഗ്ലാദേശ് വലിയ തോതിൽ പോയിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ബംഗ്ലാദേശിൽ നിന്നുള്ള രാഷ്ട്രീയ വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട് നമ്മളെ മാധ്യമങ്ങളിൽ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു പുതിയ വാർത്തകൾ വരുമ്പോൾ ഇടയ്ക്ക് ചില ദിവസങ്ങളിൽ അതൊന്ന് കുറഞ്ഞു പോകുന്നേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ ഇന്നത്തെ ഒരു കൗതുകം നിറഞ്ഞ വാർത്ത, ബംഗ്ലാദേശിൽ അവർക്കും നമുക്കും മനസ്സിലാവാത്ത ചില ഡെവലപ്മെൻറ്റ്സ് വരികയാണ്. ഏറ്റവും ഒടുവിൽ ബംഗ്ലാദേശിൽ പുതിയ ഭരണകൂടത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഒരു സെമിനാറിനെ കുറിച്ചുള്ള വാർത്തകളാണ് ഇപ്പോൾ സാറ് ഇന്ന് പുറത്തുവിടാൻ, അല്ലെങ്കിൽ അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ബംഗ്ലാദേശിൻ്റെ രാഷ്ട്രപിതാവായി നമ്മുടെ രാഷ്ട്രപിതാവ് സാക്ഷാൽ ഖായിദെ ആസം മുഹമ്മദ് അലി ജിന്നയാണ് എന്ന് ബംഗ്ലാദേശികൾ ആർത്ത് വിളിക്കുന്ന ഒരു കാലം, അങ്ങനെ ഒരു സെമിനാർ, അങ്ങനെ ഒരു പുതിയ ബോധോദയം, അല്ലെങ്കിൽ അങ്ങനെ ഒരു രാഷ്ട്രമീമാംസ പാഠശാല ബംഗ്ലാദേശ് തുറന്നു വെച്ചിരിക്കുന്നു എന്ന വാർത്ത എന്ന് പറഞ്ഞാൽ മുഹമ്മദ് അലി ജിന്ന ബംഗ്ലാദേശിൻ്റെ രാഷ്ട്രപിതാവായി തിരിച്ചു വരുന്നു. എന്താണ് സാർ ആ വാർത്തയുടെ ഒരു നിജസ്ഥിതി? അതിലേക്ക് കയറുന്നതിന് മുമ്പ് മാഷ് പറഞ്ഞ ഒരു വരിയുടെ ഒരു ശരി പറഞ്ഞോട്ടെ. ഈ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് മറ്റേ ഷെയ്ഖ് ഹസീനയുടെ പാർട്ടി അല്ല. ഷെയ്ഖ് ഹസീന പോയല്ലോ, തെറ്റിപ്പോയതാണ്. ഖാലിദാസിയയുടെ പാർട്ടി പറഞ്ഞു നന്നായി. അത് ഞാൻ പറഞ്ഞപ്പോൾ ട്വിസ്റ്റ്. ഷെയ്ഖ് ഹസീനയുടെ പാർട്ടി അവാമി ലീഗ്, ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ പാർട്ടി. ഖാലിദാസിയയുടെയാണ് ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി BNPയും ജമാഅത്തെ ഇസ്ലാമിയും കൂടി ഷെയ്ഖ് ഹസീനയെ പുറത്താക്കാനായിട്ട് ഒരു സഖ്യം ഉണ്ടാക്കിയത്, പ്രതിപക്ഷ സഖ്യം. ആ സഖ്യം ഇപ്പോൾ പിരിഞ്ഞിരിക്കുകയാണ്. അത് നമ്മളിവിടെ ചർച്ച ചെയ്തിരുന്നു. അത് ശരി, പിരിഞ്ഞു. അവർ തമ്മിൽ തല്ലി പിരിഞ്ഞു. അവർ തമ്മിൽ. അപ്പോൾ ഇത് ഇപ്പം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി മുഹമ്മദ് അലി ജിന്നയാണ് നമ്മുടെ രാഷ്ട്രപിതാവ് എന്ന് ഇപ്പോഴത്തെ ജമാഅത്തെ ഇസ്ലാമി ഭരണകൂട കർത്താക്കൾ അവർ പ്രചരിപ്പിക്കുന്ന ആദ്യത്തെ സെമിനാർ നടന്നു. അതിൻ്റെ രസം, അവിടെ ബംഗാളിയും ഹിന്ദിയും ഒക്കെയാണല്ലോ സാധാരണ പറയുക. ഈ ഉറുദു കവിതകൾ, ഉറുദു ഗാനങ്ങൾ, ഇതൊക്കെ സഹിതമായിരുന്നു ധാക്കയിൽ ഈ സെമിനാർ. അതിൽ സംസാരിച്ചവർ ജിന്ന ഇല്ലായിരുന്നുവെങ്കിൽ ബംഗ്ലാദേശ് ഉണ്ടാകുമായിരുന്നില്ല എന്ന് പറഞ്ഞു ഉറപ്പിച്ചു. കാരണം ജിന്നയാണല്ലോ പാകിസ്ഥാൻ ഉണ്ടായത്, അതുകൊണ്ടാണല്ലോ ബംഗ്ലാദേശ് ഉണ്ടായത് എന്നുള്ള ന്യായമാണ്. അപ്പോൾ ചരിത്രം മാറ്റി എഴുതുകയാണ്. നാഷണൽ പ്രസ് ക്ലബിലാണ് ഈ സെമിനാർ നടന്നത്. ഇതിൻ്റെ വിവരങ്ങളൊക്കെ ധാക്ക ട്രിബ്യൂണിലാണ് ഞാൻ വായിച്ചത്. ഇത് നവാബ് സലീമുള്ള അക്കാദമി അറ്റ് ദി പ്രൊഫസൽ ഹുസൈൻ മാനിക് മിയ ഹാൾ, അതായത് ആ അക്കാദമി, അതായത് നവാബ് സലീമുള്ള അക്കാദമി പ്രൊഫസൽ ഹുസൈൻ മണിക് മിയ ഹോളിൽ നടത്തിയ സെമിനാർ. ഇന്ന് അക്കാദമി ധാക്കയിൽ. ഈ സലീമുള്ള ഖാൻ ഒരു പ്രത്യേകത കൊണ്ടുണ്ട് സാർ ചരിത്രത്തിൽ. ബംഗാൾ നവാബായിരുന്നു സലീമുള്ള ഖാൻ. അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലാണ്
ആദ്യത്തെ മുസ്ലിം ലീഗ് യോഗം ചേർന്ന് രൂപീകൃത യോഗം, സ്ഥാപക യോഗം നടന്ന സ്ഥലമാണ്. ബെസ്റ്റ് സ്ഥലം അതിന് പറ്റിയ. അപ്പോൾ പാകിസ്ഥാൻ്റെ ഹൈക്കമ്മീഷണറെ മുഖ്യാതിഥിയായിട്ട് വിളിച്ചിരുന്നു ഇതിന്. പക്ഷെ അദ്ദേഹം വന്നില്ല. പകരം ഡെപ്യൂട്ടി ഹൈക്കമ്മീഷണർ കമ്രാൻ ദസാലിനെ അയച്ചു. അപ്പോൾ പാകിസ്ഥാൻ്റെ പ്രതിനിധിയിൽ പങ്കെടുത്തു. അപ്പോൾ കിഴക്കൻ ബംഗാളിൽ 1952 ബംഗാളി ഈ സഹഭാഷയാക്കാനായിട്ട് വലിയ പ്രക്ഷോഭമൊക്കെ നടന്നിരുന്നു. ഇപ്പോൾ ഇവിടെ ഉറുദു ആണല്ലോ പ്രാധാന്യം ഈ സെമിനാറിൽ കൊടുത്തത്. ഉറുദു എന്ന് പറയുന്നത് ശരിക്കും ഇപ്പോൾ ഉള്ള പാകിസ്ഥാൻ ഉണ്ടല്ലോ, പടിഞ്ഞാറൻ പാകിസ്ഥാൻ, അവിടെയാ ഈ അതെ ഈ ബംഗ്ലാദേശ് എന്ന് പറയുന്ന കിഴക്കൻ പാകിസ്ഥാനിലെ ഭാഷയല്ല. അത് മാത്രമല്ല അവർ തമ്മിലുള്ള പ്രധാന വൈരവും അതിന്റെ പേരിലായിരുന്നു, ഭാഷാപരമായ. അതാണ് 1952 കിഴക്കൻ ബംഗാളിൽ പ്രക്ഷോഭം നടന്നത്, ബംഗ്ലാദേശൊക്കെ വരുന്നതിന് എത്രയോ കാലം മുമ്പ്. അപ്പോൾ ഭാഷാ പ്രക്ഷോഭത്തിൽ വെടിവയ്പ്പൊക്കെ ഉണ്ടായി ആ സമയത്ത്. അതിൽ 5 പേര് രക്തസാക്ഷികളുമായി അന്ന് കൊല്ലപ്പെട്ടു, 5 പേര്. അത് ഒക്കെ ഈ ബംഗ്ലാദേശികൾ ഇതുവരെ അംഗീകരിച്ചിരുന്ന കാര്യമാണ്. അങ്ങനെ നടന്നിരുന്നു, ഉറുദു നമ്മുടെ ഭാഷയല്ല എന്നൊക്കെ. അതൊക്കെ മാറ്റുക. ഇപ്പോൾ അവിടെ സംസാരിച്ച ആൾ മുഖ്യപ്രബന്ധം അവതരിപ്പിച്ചത് പ്രൊഫസർ മൊസ്താഫിസുർ റഹ്മാൻ. അദ്ദേഹം മറ്റേ ജിന്നെ പ്രബന്ധം അവതരിപ്പിച്ചു. ജഫാറുൽ ഹക്ക് ജാഫർ എന്ന് പറഞ്ഞ ആൾ ജിന്നെ പറ്റി ഉറുദു കവിത എഴുതി അവതരിപ്പിച്ചു. ജിന്നെക്കുറിച്ച് കവിത ഉറുദുവിൽ. പാകിസ്ഥാൻ വിദ്യാർത്ഥികൾ മുഹമ്മദ് താഹിർ, കമ്രാൻ അബ്ബാസ് അവർ ഉറുദുവിലുള്ള ഗാനങ്ങൾ ആലപിച്ചു. അക്കാദമി പ്രസിഡന്റ് മുഹമ്മദ് അബ്ദുൾ ജബ്ബാർ ആയിരുന്നു അധ്യക്ഷൻ. മുഹമ്മദ് സംസുദ്ദീൻ എന്ന് പറഞ്ഞ ആൾ, അതിൽ പ്രസംഗിച്ച ആൾ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പറയാം. പാകിസ്ഥാൻ ഇല്ലെങ്കിൽ ബംഗ്ലാദേശിന് കശ്മീരിൻ്റെ ഭാവി ആകുമായിരുന്നു. ഇന്ത്യ നമ്മുടെ കൊങ്ങയ്ക്ക് തോക്ക് പിടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. നാം 1947 പാകിസ്ഥാൻ്റെ ഭാഗമായതിനാലാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. ധാക്ക സർവകലാശാല ക്യാമ്പസിൽ അല്ലാമ ഇക്ബാൽ ഹാൾ, ജിന്ന അവന്യൂ എന്നിവ പിന്നീട് നീക്കം ചെയ്തത്. അത് രണ്ടും നീക്കം ചെയ്തു. അത് നീക്കം ചെയ്തത് ഡൽഹിയുടെ താല്പര്യമനുസരിച്ചായിരുന്നു. ഇതൊക്കെ അടിസ്ഥാനരഹിതമായ കണ്ടെത്തലുകളാണ്. അതെ. നസ്രുൽ ഇസ്ലാം എന്ന് പറഞ്ഞ ആള്, കാസി നസ്രുൽ ഇസ്ലാം അല്ല ഇപ്പോൾ ഉള്ള ഡ്യൂപ്ലിക്കേറ്റ്. നസ്രുൽ ഇസ്ലാം പ്രസംഗിച്ച ആള് പറഞ്ഞു, നമ്മുടെ രാഷ്ട്രപിതാവ് ജിന്നയാണ്, സ്വാതന്ത്ര്യ സമരത്തിന്മേലുള്ള നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന്മേലുള്ള അടിയാണ് ഇപ്പം ഇവിടെയൊക്കെ നടന്നുകൊണ്ടിരുന്നത്. 30 ലക്ഷം പേർ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൽ കൊല്ലപ്പെട്ടതാണ്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് അവിടുത്തെ ഒരു പത്രപ്രവർത്തകൻ സലാവുദ്ദീൻ ഷുഐബ് പറയുകയാണേ, എനിക്ക് വാക്കുകളില്ല, ഇവർ ചരിത്രത്തിൻ്റെ മുഴുവൻ ശീർഷാസനത്തിൽ നിർത്തുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ധാക്കയിലെ പ്രൊഫസർ ഷഹീദുസ്സമാൻ ഇതിന് പ്രതികരിച്ചിട്ടുണ്ട്. ഇപ്പോൾ പ്രതികരിച്ചതായിട്ട് ഞാൻ ഇന്ന് വായിച്ചു, ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ്. നമുക്ക് പാകിസ്ഥാനുമായിട്ട് ആണവ കരാർ വേണം. ഇന്ത്യയെ വരുതിക്ക് നിർത്താൻ നമുക്ക് ആണവായുധങ്ങളും വേണം. സിമ്പിൾ, വളരെ ക്ലിയർ ആണ് സാർ. ഇപ്പോൾ ഇത്രയും പറഞ്ഞു വന്നപ്പോൾ സാർ എനിക്ക് തോന്നിയത് ഇതിൻ്റെ ഒരു സെമിനാറിൻ്റെ ഒരു ബൗദ്ധികമായ എന്തോ ഒരു പുതിയ ഡെവലപ്മെൻ്റാണ് എന്ന രീതിയിലാണ് നമ്മളത് കേട്ടു തുടങ്ങിയത്. പക്ഷേ അതിൻ്റെ പൊളിറ്റിക്സ് വളരെ കൃത്യമാണ്. അവസാനത്തെ വരിയിലെത്തിയപ്പോൾ സാറിൻ്റെ ഒരു ഫൈൻഡിങ്സ് സംഭവം വളരെ സിമ്പിളാണ്. അവാമി ലീഗിനെ അധികാരത്തിൽ നിന്ന് തുരത്തിയതോടുകൂടി ഷെയ്ഖ് മുജീബുർ റഹ്മാൻ എന്ന ബിംബത്തെ ബംഗ്ലാദേശിൽ തകർക്കണം. ആ പ്രതിമയൊക്കെ എടുത്ത് കളഞ്ഞു. അതാണ്. അപ്പോൾ ഷെയ്ഖ് മുജീബുർ റഹ്മാനാണല്ലോ അവിടെ രാഷ്ട്രപിതാവായിട്ടുള്ളത്, അദ്ദേഹത്തെ തകർക്കണം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇനി ഇപ്പോൾ ഇന്ത്യ, ഷെയ്ഖ് ഹസീനക്ക് അഭയം നൽകിയിരിക്കുന്ന ഇന്ത്യ, അവിടുത്തെ മതമൗലികവാദികൾക്ക്, ബംഗ്ലാദേശിലെ മതമൗലികവാദികൾ ഭരണത്തിലെത്തുമ്പോൾ തീർച്ചയായിട്ടും അമേരിക്കൻ പിന്തുണയോടുകൂടി ഈ മുഹമ്മദ് യൂനുസ് നേതൃത്വം നൽകുന്ന ഗവൺമെൻറ് ആണെങ്കിൽ പോലും ആ ഗവൺമെൻറ്റിനെ ഇന്ത്യ അത്ര താലോലിക്കുകയില്ല എന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം. ഷെയ്ഖ് ഹസീനക്ക് അഭയം നൽകിയതുപോലെ തന്നെ ഒരു വളരെ രൂക്ഷവും വളരെ തീക്ഷ്ണവും വളരെ ജാഗ്രതയോടുള്ളൊരു കണ്ണുകൊണ്ടാണ് ഇന്ത്യ കാണുക. ഈ സമയത്ത് ബംഗ്ലാദേശിലെ പുതിയ ഗവൺമെൻറ് സ്വീകരിക്കുന്ന രാഷ്ട്രീയമായ ഒരു നയവ്യതിയാനമാണത്.
ഇന്ത്യയോട് ശത്രുതയുള്ള പഴയ പാകിസ്ഥാനെ കൂട്ടുപിടിക്കുക. പാകിസ്ഥാൻ നമ്മളൊന്നാണ്, ഒരേ തറവാട്ടുകാരാണ്, ഒരേ ബാപ്പാൻ്റെ മക്കളാണ് എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ നെറേറ്റീവ് ഉണ്ടാക്കുക. അവിടെയുണ്ട് ഇവിടെയുണ്ട്. അതുകൊണ്ട് സംഭവിച്ചിരിക്കുന്ന പുതിയ ഡെവലപ്മെൻറ്റ് ഇതാണ്. ഈ സെമിനാർ പാകിസ്ഥാൻ അനുകൂലം എന്നതിലേറെ ഇന്ത്യക്കെതിരാണ്. ഈ സെമിനാറിൽ ഏറ്റവും വലിയ ജാഗ്രത പാലിക്കേണ്ടത് ഇന്ത്യയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം സാക്ഷാൽ പാകിസ്ഥാനും ബംഗ്ലാദേശും ചേർന്ന് ഇനി അങ്ങോട്ട് അമേരിക്കയുടെ പിന്തുണ കൂടി മാത്രമല്ല എവിടെയൊക്കെയോ വെച്ച് ഇന്ത്യ വിരുദ്ധമായ താല്പര്യങ്ങൾ ചൈനയും വികസിപ്പിച്ചു വരുന്നുണ്ട്. കശ്മീരിൽ ജമാഅത്തെ ഇസ്ലാമി 10 സ്ഥാനാർത്ഥികൾ സ്വതന്ത്രനായിട്ട് മത്സരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ ഈ മതമൗലിക ഫണ്ടമെൻ്റൽ ഫോഴ്സസും പുറത്തെ ശത്രു രാജ്യങ്ങളും ഇന്ത്യയുടെ ശത്രു രാജ്യങ്ങളും ഇന്ത്യക്ക് ചുറ്റും ഒന്നിക്കുന്നു. അതൊന്ന് ആലോചിച്ച് നോക്കൂ. ഭൂമിശാസ്ത്രപരമായി ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പുറത്ത് നമ്മുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ചൈനീസ് ഭീഷണി നിലനിൽക്കുന്നുണ്ട്. കാശ്മീരിനോട് അനുബന്ധിച്ച് പാകിസ്ഥാൻ്റെ ഭീഷണി നിലനിൽക്കുന്നുണ്ട്. ഇപ്പുറത്ത് ബംഗാളിൽ പോലും ബംഗ്ലാദേശിൻ്റെ താല്പര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇപ്പുറത്ത് ഇന്ത്യ മഹാസമുദ്രം അല്ലാതെ ആരും നമ്മുടെ രക്ഷയ്ക്കില്ലാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ആ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ കൃത്യവും വ്യക്തവുമായ സൂചനയാണ്. അതിന് ബൗദ്ധികമായ അടിത്തറ ഒരുക്കുന്നു എന്നാണ് ഈ സെമിനാർ കാണിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട ഇന്ത്യ ഗവൺമെൻറ്റിനോട് ജാഗ്രത പാലിക്കണം എന്ന് അപേക്ഷിക്കാനാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഇപ്പോഴും ഈ വാർത്ത കണ്ടിട്ടുണ്ടാവില്ല. അവർ കാണാനിരിക്കുന്നതേ ഉള്ളൂ. കണ്ടാൽ തന്നെ കൊടുക്കുമോ നമുക്കറിയില്ല. പക്ഷേ ഈ സെമിനാർ ജിന്നക്ക് സിന്ദാബാദ് വിളിക്കാനല്ല, ഇന്ത്യക്ക് മുർദാബാദ് വിളിക്കാനാണ്. തീർച്ചയായിട്ടും കാണേണ്ടവർ കാണട്ടെ, നമുക്ക് വിചാരിക്കാം. നന്ദി സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.